ഇപ്പോൾ ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം നടക്കുകയാണ്. ദൃശ്യങ്ങളിലേക്ക്. അവയിൽ നാലാമത്തെ കരയുടെ അതിഗംഭീരമായിട്ടുള്ള ആ കൈത വടക്കിൻ്റെ അമ്പരചുംബിയായിരിക്കുന്ന കുതിര ദേവീ ദർശനത്തിനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ദേവീ ദർശനം കഴിഞ്ഞിട്ട് ആ കുതിര കാഴ്ചക്കണ്ടത്തിലേക്ക് പോകും. 13 കരകളിൽ കൈത വടക്ക് എന്നത് നാലാമത്തെ കരയാണ്. പണ്ട് ചെട്ടികുളങ്ങര ക്ഷേത്രത്തിന് 4 കരകളായിരുന്നു എന്നാണ് ചിലർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈരേഴ തെക്ക്, ഈരേഴ വടക്ക്, കൈത തെക്ക്, കൈത വടക്ക് എന്നാണ്. എന്നാൽ ജനങ്ങളുടെ സംഖ്യ വർദ്ധിക്കുകയും ഭക്തർ അമ്മയുടെ അരികിലേക്ക് ഏറെ വരികയും ആവശ്യവും ഭക്തിയും വർദ്ധിക്കുകയും ചെയ്തപ്പോൾ ക്രമാനുഗതമായിട്ടാണത്രേ ഇന്ന് കാണുന്ന 13 കരയോളവും എത്തിച്ചേർന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ നാലാമത്തെ കരയായിട്ടുള്ള കൈതവടക്കിൻ്റെ കെട്ടുകാഴ്ച കുതിരയാണ്. ഈ കുതിരയുടെ പ്രഭടയിൽ ശ്രീകൃഷ്ണ ലീലകളും ദക്ഷയാഗവും ചിത്രീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ശ്രീകൃഷ്ണ ലീല ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഭഗവാന്റെ ബാലലീലകളുടെ പ്രകീർത്തനം ഭക്തരുടെ മനസ്സിനെ ഹഠാത് ആകർഷിക്കുന്നതും അവരുടെ ചിത്തത്തെ ശുദ്ധീകരിക്കുന്നതുമാണ് എന്ന് ആചാര്യന്മാർ പറയുന്നു. അങ്ങനെയുള്ള ശ്രീകൃഷ്ണ ലീലകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പ്രഭടയുണ്ട് ഈ കൈത വടക്ക് കുതിരയുടിയിൽ എന്നുകൂടി ഓർക്കുക. രക്ഷയാഗം നമ്മൾ കേട്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന വൈരുദ്ധ്യങ്ങളെ ഒരു പരിധിവരെ തടയിടലാണ്. നമുക്കറിയാം, ദക്ഷൻ പ്രജാപതിയാണ്. അദ്ദേഹം തൻ്റെ മകളായിരിക്കുന്ന സതിയെ ശ്രീപരമേശ്വരന് വിവാഹം കഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും അദ്ദേഹം ശിവപക്ഷപാതിയായിരുന്നില്ല. അദ്ദേഹം ഒരു വൈഷ്ണവനായിരുന്നു. വൈഷ്ണവനായിരിക്കുന്ന ആ ദക്ഷൻ വൈഷ്ണവ ആരാധന നടത്തിക്കൊള്ളട്ടെ, പക്ഷേ ശിവനെ എതിർത്തു. അതിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു ദക്ഷയാഗത്തിലെ സതിയുടെ നാശം, തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങൾ, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ദക്ഷയാഗത്തിൻ്റെ വിവരണങ്ങൾ ഈ പ്രഭടയിലുണ്ട്. കതിരുകാലിൻ്റെ വല്ലഴിയും പിച്ചളച്ചാടും വളരെ കാലങ്ങൾക്ക് മുൻപ് പുതുക്കിയിട്ടുള്ളതാണ്. ഭഗവതിയെ എഴുന്നള്ളിക്കുന്നതിനുള്ള ജീവതയുടെ നിർമ്മാണാവകാശം ഈ കരയിലുള്ള ചെമ്പോലിൽ കുടുംബത്തിനാണ്. ചെട്ടികുളങ്ങര അമ്പലത്തിൻ്റെ ചരിത്രവുമായിട്ട് നമ്മൾ ഒന്ന് ഇടപഴകുമ്പോൾ ചെമ്പോലിൽ കുടുംബത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അമ്മയെ പുറത്തേക്കൊക്കെ എഴുന്നള്ളിക്കുന്ന ചെട്ടികുളങ്ങര അമ്മയുടെ പറ പ്രസിദ്ധമാണല്ലോ. ആ ജീവത നിർമ്മിക്കുവാനുള്ള അവകാശം ഈ കരയിൽപ്പെട്ട ചെമ്പോലിൽ കുടുംബക്കാർക്കാണ് എന്നാണ് കേൾക്കുന്നത്. ഇവിടെ ഇതാ അമ്മയുടെ തിരുസന്നിധാനത്തിലേക്ക് ഇതര കരയിലെ കാഴ്ചകൾ അങ്ങനെ പ്രണമിക്കുവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സായം സന്ധ്യയിൽ ചെട്ടികുളങ്ങര അമ്പലത്തിലെ ആധ്യാത്മിക വിശേഷത്തെക്കുറിച്ച് എങ്ങനെ പറയാനാണ്? അമ്മയെ ശരണം, ദേവീ ശരണം, ചെട്ടികുളങ്ങര അമ്മയെ ശരണം എന്നുള്ള വാമൊഴിയല്ലാതെ മറ്റൊന്നും ഇവിടെ കേൾക്കാനില്ല. ഇവിടെ ആഡംബരത്തിൻ്റെ ആഡോപങ്ങൾ യാതൊന്നുമില്ല. ഭക്തിയുടെ പരമമായ അവസ്ഥയിലേക്ക് എത്തപ്പെട്ട ജീവാത്മാക്കളുടെ ഒരു സംഗമ ഭൂമിയായി മാറിയിരിക്കുകയാണ് നമ്മളുടെ ഈ ചെട്ടികുളങ്ങര അമ്പലം. ഗുരുവായൂർ ക്ഷേത്രത്തെ ഭൂമിയിലെ വൈകുണ്ഠമെന്ന് വിളിക്കാറുണ്ട്. അതുപോലെ സാക്ഷാൽ ജഗദംബയുടെ ആവാസ കേന്ദ്രമായിരിക്കുന്ന മണിദ്വീപമാണ് ഈ ചെട്ടികുളങ്ങര അമ്പലം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം സർവാഭീഷ്ട വരപ്രദായിനിയായി ജഗദംബ അങ്ങനെ വിരാജിക്കുകയാണ്. ഒരു നാളിൽ, ഒരു നിമിഷമെങ്കിലും, ഏതെങ്കിലും ഒരു നാളിൽ, ഒരു നിമിഷമെങ്കിലും ഈ ക്ഷേത്രാങ്കണത്തിൽ വന്ന് ജഗദംബയെ വണങ്ങാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളുടെയും സകല അഭിലാഷങ്ങളും പൂർത്തീകരിക്കാൻ അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് വേണമല്ലോ ഇവിടെയൊക്കെ നടത്തപ്പെടുന്ന കുത്തിയോട്ട വഴിപാടുകാരിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് രാവിലെ നടന്ന 16ഓളം കുത്തിയോട്ടങ്ങളിൽ 8 കൊല്ലമായി തുടർച്ചയായി കുത്തിയോട്ടം നടത്തുന്ന കരുവാറ്റ എന്ന് പറയുന്നതായ സ്ഥലത്തുള്ള പാലാഴി കുടുംബാംഗം പെടുന്നു എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ 8 തവണയും മറ്റുമൊക്കെ ചെട്ടികുളങ്ങര അമ്പയ്ക്ക് കുത്തിയോട്ടം നടത്തുക എന്ന് പറയുന്നത് ഒരു നിസ്സാരപ്പെട്ട കാര്യമല്ല. എന്തായിരിക്കാം അതിൻ്റെ പിന്നിലുള്ള തേജോവികാരം? നമുക്കറിയാം, ആപത്തിൽ അമ്മയെ ആശ്രയിച്ചിട്ടുള്ള ആരെയും അമ്മ കൈ വെടിഞ്ഞിട്ടില്ല.
അത്ര അനുഗ്രഹപ്രദായിനിയാണ്. ആപത്തിൽ ആരെയാണ് സ്മരിക്കേണ്ടത്? ആപതിക്കും സ്മരണീയം, സ്മരണീയം ആപതിക്കും സ്മരണീയം. ആപത്തിൽ ആരെയാണ് പൂജ ചെയ്യേണ്ടത്? ആരെയാണ് സ്മരിക്കേണ്ടത്? അമ്മയുടെ പാതാരബിന്ദങ്ങളെ സ്മരിക്കണം. ആ അമ്മയുടെ സ്മരണ നമുക്ക് എന്താണ് നൽകുന്നത് എന്ന് ചോദിച്ചാൽ, ബ്രഹ്മ വിഷ്ണു ശിവദേവന്മാരെ പോലും നമ്മുടെ ദാസരാക്കി തരുമെന്നാണ്. നമ്മളാരും ബ്രഹ്മാവും വിഷ്ണുവും ശിവനുമൊന്നും നമ്മുടെ ദാസന്മാരാകാൻ ആഗ്രഹിക്കുന്നവരല്ല. എന്നാൽ അമ്മയുടെ കാരുണ്യം ഏത് ഭക്തനിലാണോ പതിക്കുന്നത്, ആ ഭക്തന് വേണ്ടി ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ശിവനെയും വരെ അമ്മ ദാസരാക്കി തരും എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അത്രമാത്രം കാരുണ്യവതിയാണ് അമ്മ എന്നാണ്. മാതൃഭാവത്തിൽ ഈശ്വരാരാധന ചെയ്യുന്ന ലോകത്തിലെ ഏക രാജ്യം ഭാരതമാണ്. എന്നൊരു പക്ഷേ ഭാരതഭൂമിയിലെ ക്രിസ്ത്യാനികൾ കന്യാമറിയം എന്ന പേരിൽ ആ ഒരു ദേവതയെ ആരാധിക്കുന്നുണ്ട്. ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി ഉത്സവത്തിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്.